ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ആത്മഹത്യ ചെയ്താൽ തീരുമോ? ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണോ ആത്മഹത്യ? ഇന്നിപ്പോൾ ഈ വിഷയം ഞാൻ പറയാൻ കാരണം, എൻ്റെ ഒരു കൂട്ടുകാരി എന്ന് വേണമെങ്കിൽ പറയാം. പ്രായത്തിൽ എന്നെക്കാട്ടിലും വളരെ കുറവാണ് ആ കുട്ടി. അവളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ നിമിത്തം അവൾ ഇന്നലെ എന്നോട് പറയുകയാണ്, ചേച്ചി, എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ തുടരാൻ കഴിയുന്നില്ല, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്. എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാതെ ഇതുവരെ പിടിച്ചു നിന്നത്. ഇനി എന്നെ കൊണ്ടത് സാധിക്കത്തില്ല. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് ഇനി അതേ ഉള്ളൂ മാർഗം. ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെങ്കിൽ അവളുടെ മനസ്സ് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത്. ഇങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും അങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ, അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയാമെന്ന്. അതൊരു പരിഹാരമാണോ? ഒരിക്കലുമല്ല. നമ്മൾ എന്തു വിഷയത്തിലാണ് വിഷമിക്കുന്നത് എന്ന് ആദ്യം തിരിച്ചറിയുക. ആ കുട്ടിയുടെ വിഷമമെന്ന് പറയുന്നത് അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന മാക്സിമം പറഞ്ഞു കൊടുത്തു. അവരൊരിക്കലും ഈ കുട്ടി സന്തോഷമായിട്ടിരിക്കാനല്ലല്ലോ നോക്കുന്നത്. ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ കുട്ടി സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ കുട്ടി എന്താണെന്ന് വെച്ചാൽ, മുൻപുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ മുൻപുള്ള കാര്യങ്ങൾ, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഓർത്തിരുന്ന് വിഷമിച്ച് കുറേ നേരം ഇരുന്ന് കരഞ്ഞു, കുറേ നേരം സങ്കടമെല്ലാം വന്ന് ദേഷ്യപ്പെടുന്നു. ആകപ്പാടെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ആ കുട്ടി. അവൾ ആത്മഹത്യയിൽ ആർക്ക് പോയി? അവളുടെ കുഞ്ഞുങ്ങൾക്ക് പോയി. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് എന്താ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓർത്ത് മറ്റുള്ളവരങ്ങ് വിഷമിച്ചിരിക്കുമെന്ന്. ഒരിക്കലുമില്ല. കൂടി വന്നാൽ 1 അല്ല 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം, അത് കഴിയുമ്പോൾ എല്ലാം സാധാരണ ഇതിലാവും. നമ്മളെന്താ വിചാരിക്കുന്നു? ഞാൻ ചത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അനുഭവിക്കുന്ന കാണാം, ഞാൻ പോയാൽ പിന്നെ ഇവരുടെ ജീവിതമില്ല, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഓരോ സ്ത്രീകളും ആത്മഹത്യക്ക് മുതിർന്നത്. പക്ഷെ ഒരു ചുക്കും സംഭവിക്കത്തില്ല. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം അവിടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ അവൾ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടിയത് അവർക്ക് നല്ലതായി എന്ന് തോന്നും. ഭർത്താവാണെങ്കിൽ കൂടി വന്ന 6 മാസം കഴിഞ്ഞ് അവന് വേറെ കല്യാണം കഴിക്കാം. പിന്നെ പോകുന്ന ആർക്കാണ്? അവളുടെ മക്കൾക്ക് പോകും. അപ്പം ഇതിനെ തരണം ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ കുട്ടി നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അവൾക്കൊരു ജോലിക്ക് പോയിക്കൂടെ? അപ്പം വീട്ടിൽ ഇരുന്ന് ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം അതിനെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് ആ കുട്ടിക്കില്ല. അതുകൊണ്ടാണല്ലോ ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒരു ജോലി കണ്ടെത്താനുള്ള ശ്രമം തുടരണം. അതല്ലേ വേണ്ടത്? ഇനി ആ പഠിച്ചതിൻ്റെ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ജോലി സാധ്യതകളുണ്ട്. നമ്മൾ തേടി കണ്ടുപിടിക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം. നമ്മളെ ദ്രോഹിക്കുന്നവരെ അവരുടെ മുന്നിൽ നമ്മൾ സന്തോഷമായിട്ട് വേണം ജീവിക്കാൻ. അല്ലാതെ അവരുടെ മുന്നിൽ എപ്പോഴും കരഞ്ഞ് വിളിച്ച് സങ്കടപ്പെട്ടിരുന്നാൽ അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മളത് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പാടില്ല. അവരുടെ മുന്നിൽ നമ്മൾ എത്രയും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമോ അങ്ങനെ ജീവിച്ച് കാണിക്കണം. അതിനാദ്യമായിട്ട് നമ്മൾക്ക് എന്ത് വേണം? സാമ്പത്തികം വേണം. അതിനുള്ള സ്രോതസ്സ് നമ്മൾ തന്നെ കണ്ടെത്തണം.
നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പിലാക്കണം. അല്ല ഇന്നലെ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഇന്നത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ. നാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഈ നിമിഷം നമ്മൾക്ക് സന്തോഷം കിട്ടുന്നു, നമുക്ക് പണം സമ്പാദിക്കാൻ എങ്ങനെ കഴിയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഇന്നലെ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് മനസ്സ് വിഷമിപ്പിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. കാരണം നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും. നമ്മൾക്ക് മാത്രമേ അതിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവർക്കൊന്നും ഇതിൽ നിന്ന് യാതൊരു വിഷയവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് ആദ്യമേ എല്ലാവരും മനസ്സിലാക്കണം. ഇനി ആ കുട്ടിക്ക് സംഭവിച്ചതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നാണ് പ്രശ്നങ്ങൾ നേരിടുന്നതെങ്കിൽ നമ്മൾ വിട്ടുകൊടുത്തേക്കുക. നമ്മൾ ഈ ഭൂമിയിൽ ഇത്ര നാളേ ഉള്ളൂ. എന്തിനീ വാശിയും വൈരാഗ്യവും വെച്ച് ജീവിക്കണം? ശരിയല്ലേ? നമ്മൾ ഡൗൺ ആകുന്നത് കാണാനാണ് അവരിയ്ക്കുന്നത്. നമ്മൾ വിട്ടുകൊടുത്തേക്കുക. നമ്മളൊന്നിനും പോകുന്നില്ല എന്ന് കരുതുമ്പം അവരുടെ ദേഷ്യം താനേ മാറിക്കൊള്ളും. നമ്മൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങുക. എല്ലാ വിരോധങ്ങളും മാറ്റിവെച്ച് അവരുമായിട്ട് ഒത്തുപോകാനാണ് നോക്കേണ്ടത്. പിന്നെ തീരെ പറ്റാതെ വന്നാൽ കണക്ഷൻ വേണ്ടാന്ന് വെക്കുക. അല്ല ഇപ്പം എന്താ ചെയ്യുന്നത്? നമ്മൾ ചിലർക്കാണെങ്കിൽ കടബാധ്യതകളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും, വിഷമം വന്നിട്ടായിരിക്കാം ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ഈ കടബാധ്യതകൾ വരുത്തി വയ്ക്കുമ്പോൾ നമുക്ക് അത് വീട്ടാനുള്ള ഒരു സ്രോതസ് ഉണ്ടെങ്കിൽ മാത്രമേ കടം വാങ്ങിച്ചു വെക്കാൻ പാടുള്ളൂ. വെറുതെ അവിടെ നിന്നും ഇവിടെ നിന്നും കടം വാങ്ങിച്ചു വെച്ചിട്ട് ഒടുവിൽ വീട്ടാൻ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ മിക്കവാറും പേർ ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. അഥവാ ഇനി കടം വാങ്ങിച്ചു വീട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കണം, എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ആദ്യം ചിലപ്പം ചെറിയ തുച്ഛമായ വരുമാനമായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. നമ്മൾ അതിൽ നിന്ന് പിടിച്ച് കയറണം. ഈശ്വരനെ വിളിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം. നമുക്കോരോ മാർഗങ്ങൾ ദൈവം കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. കിട്ടുന്ന ഓരോ ധനത്തിനും നമ്മൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ലഭിച്ച ഓരോ ധനത്തിനും അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമുക്ക് ദൈവം വഴി തുറന്ന് തന്നുകൊണ്ടേയിരിക്കും. ഞാനും എൻ്റെ വിഷമഘട്ടത്തിൽ ഇതുപോലെ തന്നെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. ആത്മഹത്യ ചെയ്യാം, കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാം. അന്ന് നമ്മുടെ പൊട്ട ബുദ്ധിയാണ്. അന്ന് നമുക്ക് ആരും പറഞ്ഞു തരാനൊന്നുമില്ല. അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിയേ ഉള്ളൂ. അപ്പോഴേ എനിക്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോകുന്ന കുട്ടികളോടാണ് പറയാനുള്ളത്. ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് ഈശ്വരൻ തന്ന ജീവിതം അത് നമ്മൾ ജീവിച്ച് തീർക്കുക. ഭഗവാനുമില്ലേ, ദൈവത്തിനില്ലേ പരീക്ഷണങ്ങൾ? ഇപ്പം ശ്രീരാമൻ്റെ കാര്യം എടുത്താൽ വനവാസത്തിന് പോയില്ലേ 14 വർഷക്കാലം. അങ്ങനെ എല്ലാ മനുഷ്യർക്കായാലും ഈശ്വരനായാലും ഓരോ പരീക്ഷണ ഘട്ടങ്ങളുണ്ട്. ഇപ്പം ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും ഇപ്പം അവർ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് തോന്നുന്ന ചിന്തയിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ വരും ജന്മങ്ങളിൽ ഇതിൻ്റെ ബാക്കി അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതേസമയം ഈ ജന്മത്ത് നമുക്ക് തന്നിരിക്കുന്ന എന്തെല്ലാം അനുഭവിക്കാൻ നമുക്ക് ദൈവം കരുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അനുഭവിച്ച് ഈശ്വരൻ വിളിക്കുന്ന സമയത്തേ പോകാൻ പാടുള്ളൂ. അപ്പോൾ വരും ജന്മങ്ങളിൽ ഇതിൻ്റെ ബാക്കി നമ്മൾക്ക് അനുഭവിക്കേണ്ടതായി വരില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആവശ്യത്തിന് ജീവനൊടുക്കിയാൽ വരും ജന്മങ്ങളിൽ വീണ്ടും ഇതിൻ്റെ ബാക്കി നമ്മൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ജന്മം കൊണ്ടത് തീരത്തില്ല. ഒരിക്കലും മനസ്സിനെ തളർത്താതെ ധൈര്യമായിട്ട് ജീവിക്കാൻ നോക്കുക. ഇന്നലെ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിട്ടേക്കുക. നമ്മൾ പുതിയ ഒരു
ജീവിതം ഇനി എനിക്ക് വേണം. ഞാൻ ആരുടെയും മുന്നിൽ തളരാൻ പാടില്ല, തോൽക്കാൻ പാടില്ല. ഞാൻ സധൈര്യം മുന്നേറും എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഒരു ധൈര്യം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം ഇപ്പം ഈ കുട്ടിക്ക് സംഭവിച്ചതുപോലെ അല്ലേ, സംഭവിച്ചില്ല, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം കണ്ടുപിടിക്കണം. അവനവന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടുപിടിക്കണം. എന്തെല്ലാം മാർഗങ്ങളുണ്ട്. എന്നിപ്പം കോടതിയിൽ കാണാം, പൊതിച്ചോറ് വിൽക്കുന്ന കാണാം, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാർ, ചമ്മന്തിപ്പൊടി, അല്ലെങ്കിൽ എണ്ണയിൽ വറുക്കാത്ത പലഹാരങ്ങൾ, എന്തെല്ലാം ഉണ്ടാക്കാൻ കഴിയും. ഇല്ലിപ്പം ഞാൻ ചെയ്യുന്നത് പോലെ തുണികൾ ഹോൾസെയിലിൽ പോയി എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ ഇരുന്ന് വിറ്റാൽ മതി. നമുക്ക് കട എടുത്താൽ അതിന് റൂം വാടക കൊടുക്കണം, കറണ്ട്, അങ്ങനെ ബാക്കി ഒരുപാട് ചിലവുകൾ വരും. അതൊന്നുമില്ല, അത് കുറച്ച് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ അത്യാവശ്യത്തിനുള്ള കിട്ടത്തില്ലേ. ആദ്യമൊന്നും നല്ല രീതിയിൽ പോയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിനൊക്കെ മാറ്റം വരും. അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയം കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് തോന്നിയത്. ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും പ്രയോജനമാവുമെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ മുൻപുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ചിലരൊക്കെ കമൻ്റ് ഇട്ട് കണ്ടിട്ട് എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം കൊണ്ടാണ് കേട്ടോ. ഇവിടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.